നിങ്ങൾ മാത്രം പോയാ മതി. അയ്യോ, കോടതിയിൽ ചിലപ്പോ പ്രതാപൻ മൊഴിമാറ്റി പറയാനുള്ള സാധ്യതയുണ്ട്. നടന്നതുപോലെ അവൻ പറയണം. മോനെ മാർക്കോ, എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യല്ലേടാ. ഞാൻ പോയിട്ട് വരാം മോളെ, ഞാൻ പോയിട്ട് വരാം. അയ്യോ, എന്നെ ഒറ്റക്കാക്കിട്ട് പോലെ നിന്നെ ഒറ്റയ്ക്കാക്കിട്ട് തന്നെ പോ. നീ ഒരു പുലിമടയില. ഇവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിലേ നിന്റെ മുത്തശ്ശി പറഞ്ഞ വാക്ക് പാലിക്കണം. അയ്യോ മോനെ, ഞാൻ പറഞ്ഞോളാം, എല്ലാം ഞാൻ പറഞ്ഞോളാം. അവനെ കോടതിയിലേക്ക് കൊണ്ടുവരുമ്പോ എങ്ങനെയെങ്കിലും അവന്റെ അടുത്ത് ചെന്ന് മോൻ പറഞ്ഞതുപോലെ എല്ലാം പറഞ്ഞോളാം. കൈവിടെ, മോളുടെ കൈവിടെ, വിടെ വിടെ. എന്നാ ചെല്ല് മോളെ, മുത്തശ്ശി പോയിട്ട് ഇപ്പൊ വരാം. എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യില്ല കേട്ടോ. ഇങ്ങോട്ട് മോനാ, മോനാ, എവിടെയാടാ? ഓടി വാ. മാർക്കോ, എന്റെ പൊന്നുമോനെ, ചക്കരക്കുട്ട ഒന്നും ചെയ്യല്ലോടാ. ഇനി ഒന്നും. ഓ ഓ, പോവാ പോവാ പോവാ. വണ്ടി എടുക്കടാ, വണ്ടി എടുക്കടാ. കേറ് കേറ് കേറ്, വേഗം വണ്ടി വിട്ടു. എന്നെ ഒറ്റക്കാക്കിട്ട് പോവല്ലോ മുത്തശ്ശി. കേറി പൊടിയാത്ത്, കേറി പൊടിയാത്ത്. നീ അമ്മയാവാൻ തയ്യാറെടുക്കല്ലേ? നീ വളർത്തുന്ന കുഞ്ഞിന്റെ ഗതി എന്താ ഓടി? കുഞ്ഞിന്റെ അച്ഛനെങ്കിലും നന്നായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അവൻ സ്വന്തം ഏട്ടനെയും ഏട്ടത്തെയും കൊല്ലാൻ നടക്കുന്ന ഒരുത്തനല്ലേ? എന്നാ അവൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല അവന്റെ അച്ഛൻ എങ്ങനെയാ മരിച്ചതെന്ന്. ഇന്ന് മിക്കവാറും കോടതിയില് അവനും അവന്റെ അമ്മയും വരുവാണെങ്കിൽ നിന്റെ ഭർത്താവും അമ്മായിയമ്മയും അറിയും എങ്ങനെയാണ് ഉണ്ണിയുടെ അച്ഛൻ മരിച്ചതെന്ന്. അങ്ങോട്ടിരിക്കടി, ഇരിക്കടി, അങ്ങോട്ട് പോയിരിക്കടി. താൻ എങ്ങോട്ടാണ് ഈ നോക്കുന്നേ? മറുപടി പറയാതെ. ചോദിച്ചത് കേട്ടില്ലേ? വിശ്വനാഥൻ സഞ്ചരിച്ചിരുന്ന ബൈക്കിലേക്ക് ലോറി പായിച്ച് കയറ്റിയത് ഇയാൾ തന്ന കൊട്ടേഷൻ ആണോ എന്നാ ചോദിച്ചത്. അയ്യോ, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലല്ലോ പ്രതാപ. മിണ്ടരുത്, അത് അയാൾ പറയും. തലച്ചോറ് ദ്രവിച്ചു പോകാനുള്ള സമയമൊന്നും ആയില്ലല്ലോടോ. പിന്നെ എന്തിനാ ഇങ്ങനെ ആലോചിച്ച് കൂട്ടുന്നത്? പുതിയ കാവ് ബ്രാഞ്ചിലല്ലേ തനിക്ക് വർഷങ്ങളായി അക്കൗണ്ട് ഉള്ളത്? അതെ. ആ അക്കൗണ്ടിലേക്ക് ഈ സംഭവം നടക്കുന്നതിന് മുമ്പും നടന്നതിന് ശേഷവും വലിയ തുക വന്നിട്ടുണ്ട്. ഒന്ന് അഡ്വാൻസ്, ഒന്ന് കൃത്യം നടത്തിയതിനു ശേഷമുള്ള പറഞ്ഞുറപ്പിച്ച തുക. സാധാരണ ഇത്തരം കൊട്ടേഷനൊക്കെ കൊടുക്കുമ്പോൾ ക്യാഷ് ഡീലിംഗ്സേ നടത്തൂ. ഇവിടെ പക്ഷേ തനിക്ക് വാമദേവൻ തന്നിരിക്കുന്നത് ചെക്കാണ്.
അത് കൺസ്ട്രക്ഷൻ കമ്പനിയുമായി ബന്ധപ്പെട്ട് കല്ലോ മണലോ അടിക്കാൻ വേണ്ടി തന്ന ചെക്കാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതിന് മുകളിലൊരു തുകയാ താൻ കൈപ്പറ്റിയിരിക്കുന്നത്. ആ ചെക്ക് തനിക്ക് തന്നിരിക്കുന്നത് ഈ നിൽക്കുന്ന വാമദേവനും. രണ്ടാളെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ബാങ്ക് ഡീറ്റെയിൽസ് മുഴുവൻ പോലീസ് കളക്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ മുഴുവൻ ഡീറ്റെയിൽസും ഇതിലുണ്ട് സർ. ഇവിടെ വാമദേവൻ പറയുന്നത് കൺസ്ട്രക്ഷൻ കമ്പനിയുമായി ബന്ധപ്പെട്ട് പ്രതാപനുമായി ബന്ധമുണ്ടെന്നല്ലാതെ മറ്റൊരു ബന്ധവും ഇയാൾക്കില്ലായിരുന്നു എന്നാ. എന്ന് മാത്രമല്ല, ഈ സംഭവം നടന്ന് വളരെ കാലങ്ങൾക്ക് ശേഷമാണ് നിങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടതെന്ന് പറഞ്ഞു. പിന്നെ വിശ്വനാഥനും അയാളുടെ മകനും ആക്സിഡന്റിൽ പെട്ടതിന്റെ തലേ ദിവസം താൻ കൊടുത്ത ചെക്ക് എങ്ങനെയാ പ്രതാപിന്റെ കയ്യിൽ വന്നത്? അതിന്റെ തൊട്ടടുത്ത ദിവസവും തന്റെ ചെക്കെന്തിനാ പ്രതാപൻ കൈപ്പറ്റിയത്? വ്യക്തമായ തെളിവോടെ കോടതിക്കകത്ത് വെച്ച് ചോദ്യങ്ങൾ ചോദിക്കുമ്പോ അതിന് അതേ അളവിലും തൂക്കത്തിലുള്ള ഉത്തരം കിട്ടണം. ഇപ്പോഴാ ഞാൻ ഓർത്തത്. അന്ന് ഇയാളുടെ കയ്യിൽ ബൾക്കായിട്ട് മണലെടുക്കാനായിട്ട് ഞാൻ അഡ്വാൻസ് കൊടുത്തോന്ന് എനിക്കൊരു സംശയം. അപ്പൊ അന്നേ നിങ്ങൾ തമ്മിൽ പരിചയമുണ്ട്. പക്ഷെ എന്നാ പരിചയം അങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ല. അന്ന് കമലേശ്വരം കൺസ്ട്രക്ഷൻ കമ്പനിക്ക് വേണ്ടി താൻ ഇയാളുടെ കയ്യിൽ നിന്ന് മണൽ വാങ്ങിയെങ്കിൽ അതിന് കമ്പനിയിലെ രേഖ കാണില്ലേ? തൽക്കാലം അന്ന് താൻ കമ്പനിക്ക് വേണ്ടി പർച്ചേസ് ചെയ്തിട്ടില്ല. അതിന്റെ രേഖകൾ വേണമെങ്കിൽ കോടതിയിൽ എനിക്ക് ഹാജരാക്കാൻ കഴിയും. കാരണം കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ MD ഇപ്പൊ ഞാനാ. തൽക്കാലം അതിലേക്കൊന്നും കാര്യങ്ങൾ പോകേണ്ടതില്ല എന്ന് തോന്നി. പിന്നെ അന്ന് കമ്പനിക്ക് വേണ്ടി ഒന്നും വാങ്ങിയില്ല എന്ന് തനിക്കറിയാലോ. ഇനി കമലേശ്വരം കൺസ്ട്രക്ഷൻ അല്ലാതെ താൻ സ്വന്തമായിട്ട് ഏതെങ്കിലും കൺസ്ട്രക്ഷൻ കമ്പനി നടത്തുന്നുണ്ടായിരുന്നോ? അങ്ങനെ നടത്തുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതിന്റെ രേഖകൾ ഹാജരാക്കണം. എനിക്ക് അങ്ങോട്ട് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമില്ല. ഓർമ്മയുള്ളവരിവിടെ ഉണ്ടല്ലോ. പ്രതാപചന്ദ്രൻ. പറ പ്രതാപചന്ദ്ര, അന്ന് കഷ്ടിച്ചൊരു ലോറി മാത്രമുണ്ടായിരുന്ന തനിക്ക് മണലടിക്കാൻ എത്ര രൂപ കിട്ടുമെന്ന് കൃത്യമായിട്ട് എനിക്ക് പറയാൻ പറ്റും. അതിനു മുമ്പ് ഒരിക്കൽ പോലും അത്രയും വലിയൊരു തുക തന്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ല. അതിന്റെ 10% പോലും വന്നിട്ടില്ല. പിന്നെ ആ തുക വാമദേവൻ എന്തിനാ താങ്കൾക്ക് തന്നത്? അതൊരു കൊട്ടേഷൻ ആയിരുന്നില്ലേ? അതെ, കൊട്ടേഷൻ ആയിരുന്നു. ആരെ കൊല്ലാൻ തന്ന കൊട്ടേഷൻ? വിശ്വനാഥനെ തന്നെ. അയ്യോ, യവൻ കളവാ പറയുന്നത്.
ഞാൻ സ്വപ്നത്തിൽ പോലും കരുതാത്ത കാര്യമാണ് ഈ അവൻ പറയുന്നത്. ഒറ്റ ലോറിയുമായിട്ട് അധികം പണിയൊന്നുമില്ലാതെ ബുദ്ധിമുട്ടുന്നൊരു സമയത്തായിരുന്നു അത്. അന്നാ ഇയാൾ വലിയൊരു തുക എനിക്ക് തരാമെന്ന് പറഞ്ഞ് എൻ്റെ അരികിലേക്ക് വന്നത്. ആദ്യം ഞാനത് വേണ്ടെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് ഇയാൾ നിർബന്ധിച്ചപ്പോൾ പൈസയോട്ടുള്ള ആർത്തി കൊണ്ട് ഞാൻ ആ അഡ്വാൻസ് വാങ്ങി. എന്നിട്ട് കൃത്യം നടത്തുകയും ചെയ്തു. സാഹചര്യ തെളിവുകൾ മുഴുവനും തനിക്കെതിരാണല്ലോ. പിന്നെ എന്തിന്റെ പേരില കോടതിയെ താൻ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് വാമദേവ? മൈലോഡ്, ഞാൻ വക്കീലിന്റെ കുപ്പായം അണിയുന്നത് ഇത് 2ാമത്തെ തവണയാ. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഞാൻ കോടതിയിൽ വന്നിട്ടുള്ളൂ. ഈ കേസുമായി എനിക്കൊരു സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടായതുകൊണ്ട് ഞാൻ ബന്ധപ്പെട്ടവരെ വിവരം ധരിപ്പിച്ചിട്ട് ഈ കേസ് ഏറ്റെടുത്തത്. അന്ന് വിശ്വനാഥൻ എന്ന സ്നേഹനിധിയായ അച്ഛനൊപ്പം ബുള്ളറ്റിന്റെ പിന്നിലിരുന്ന് സഞ്ചരിച്ച വിശ്വനാഥന്റെ മകനാണ് കണ്ണൻ വിശ്വനാഥൻ എന്ന ഞാൻ. എന്റെ അച്ഛന്റെ മരണശേഷം ഏറെ മാസങ്ങൾ ബോധരഹിതനായി ഞാൻ ഹോസ്പിറ്റലായിരുന്നു. ആ സമയത്ത് ഇപ്പോഴെന്റെ കൂടെയുള്ള പ്രിയ സുഹൃത്ത് അനന്ത് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അന്ന് എന്റെ അച്ഛന്റെ ബോഡിക്കരികിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിതുമ്പിയത്, കരഞ്ഞത് ഈ നിൽക്കുന്ന വാമദേവനാണെന്ന്. യുവർ ഓണർ, ഇയാൾ ശരിക്കും ഇയാളുടെ പെങ്ങളെ എന്റെ 2ാനമ്മയാക്കിയത് എന്റെ അച്ഛന്റെ ബിസിനസ് കണ്ടിട്ട് തന്നെയാ. കമലേശ്വരം കൺസ്ട്രക്ഷൻ കമ്പനിയിൽ പിടിമുറുക്കാൻ വേണ്ടിയിട്ടാ ഇയാൾ അങ്ങനെ ഒരു നല്ല കാര്യം ചെയ്ത. അച്ഛന്റെ മരണശേഷം ഇയാൾ തന്നെയാണ് കമ്പനി നോക്കി നടത്തിയിരുന്നത്. പിന്നീട് ഞാൻ മുതിർന്ന ശേഷവും കൺസ്ട്രക്ഷന്റെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചിരുന്നത് ഇയാളെ തന്നെയാണ്. അച്ഛൻ ഇയാളെ സംശയിച്ച പോലെ തന്നെ ഞാനും പലവട്ടം ഇയാളുടെ കള്ളത്തരങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. എന്നിട്ടും എന്റെ 2ാനമ്മയുടെ ആങ്ങളെയാണല്ലോ എന്ന് കരുതി ഞാൻ പലപ്പോഴും കണ്ണടക്കിയായിരുന്നു. എന്നിട്ടും തീർന്നില്ല. പണത്തോടുള്ള ആർത്തി മൂത്ത് വാമദേവനും ഈ നിൽക്കുന്ന പ്രതാപനും പല തവണ എന്നെയും എന്റെ ഭാര്യയും വകവരുത്താൻ ശ്രമിച്ചു. പ്രതാപൻ അന്ന് കൊട്ടേഷൻ കൊടുത്തതുപോലെ തന്നെ ഇവർ രണ്ടുപേരും എന്റെയും എന്റെ ഭാര്യയുടെയും തലയ്ക്ക് വില പറഞ്ഞു. അവിടുന്നൊക്കെ ഭാഗ്യം കൊണ്ടാ ഞാനും ഇപ്പൊ ഹോസ്പിറ്റലിൽ ഡെലിവറി കഴിഞ്ഞ് നടക്കുന്ന എന്റെ ഭാര്യയെ രക്ഷപ്പെട്ടത്. അന്യന്റെ ചങ്കർത്തിട്ട് സമ്പാദിക്കുന്ന പണം എന്നും നിലനിൽക്കുമെന്ന് ചിന്തിക്കുന്ന ചില സാത്താൻ കൂടിയ മനുഷ്യരുണ്ട്. അവര് മരിക്കാൻ കിടക്കുമ്പോഴും തന്റെ സമ്പാദ്യത്തെ പറ്റിയായിരിക്കും അധികവും ചിന്തിക്കുന്നത്. ആ ഗണത്തിൽപ്പെട്ട അസുരന്മാരാ ഈ നിൽക്കുന്ന വാമദേവനും പ്രതാപനും. തീർന്നില്ല. അന്നത്തെ അപകടത്തിൽ അരയ്ക്ക് താഴോട്ട് തളർന്ന് വീൽ ചെയറിലായ എനിക്ക് നല്ല ചികിത്സ നിഷേധിച്ചതും ഇയാൾ ഒറ്റൊരുത്തനാ. എനിക്ക് തന്ന മരുന്നിൽ പോലും ഇയാൾ കളവ് കാണിച്ചു, കൃത്രിമത്വം കാണിച്ചു. എന്റെ 2ാനമ്മയുടെ ആങ്ങളയായ വാമദേവൻ എന്ന ഇയാൾ എന്റെ ഒരു ആയുസാണ് ഇല്ലാതാക്കാൻ ശ്രമിച്ചത്. അതോടൊപ്പം എന്റെ എല്ലാമായ എന്റെ അച്ഛനെ എന്റെ പിറന്നാൾ ദിവസം പ്രതാപന്റെ സഹായത്തോടെ കൊത്തിക്കൊണ്ടുപോയ നീചനായ വന്യത ഒരുപാടുള്ള ആളാണ് എന്റെ ബന്ധുവിന്റെ വേഷം കെട്ടിയ ഇയാള്. ആയതിനാൽ ഈ കേസിന്റെ പ്രാധാന്യം മനസ്സിലാക്കി പ്രതികൾക്ക് ജാമ്യം അനുവദിക്കരുതെന്ന് ഞാൻ ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ താഴ്മയായി അപേക്ഷിക്കുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ഡിഫൻസ് വക്കീലിന് എന്തെങ്കിലും ക്രോസ് ചെയ്യാനുണ്ടോ?
എന്നാലും ഇതൊന്നും നമ്മൾ അറിഞ്ഞില്ലല്ലോ മോനെ. ഇപ്പൊ അറിഞ്ഞില്ലേ? അപൂർവങ്ങളിൽ അത്യപൂർവമായ ഒരു കേസാണിത്. ഈ കേസിന് കാലപ്പഴക്കം ഉണ്ടെങ്കിലും പ്രതികൾ ചെയ്ത കൊടും ക്രൂരത ഒരിക്കലും തേച്ചുമാച്ച് കളയാൻ കഴിയുന്ന ഒന്നല്ല. ശക്തമായ മഴയുള്ള ഒരു സമയത്ത് ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന അച്ഛനെയും മകനെയും പ്രതാപചന്ദ്രൻ എന്ന രണ്ടാം പ്രതി ലോറി ഇടിപ്പിച്ച് തെറിപ്പിച്ചു എന്നതിന് അന്ന് 5 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന മഹാലക്ഷ്മി എന്ന പെൺകുട്ടി സാക്ഷിയാണ്. അതോടൊപ്പം തന്നെ പ്രതാപചന്ദ്രന് കൊട്ടേഷൻ കൊടുത്തത് ഈ കേസിലെ 1-ാം പ്രതിയായ വാമദേവനാണെന്ന് നിരുപാധികം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടുണ്ട്. ആകയാൽ ഈ കേസിലെ 1-ാം പ്രതിയായ വാമദേവനും 2-ാം പ്രതിയായ പ്രതാപചന്ദ്രനും ഈ കോടതി ജാമ്യം നിഷേധിച്ചിരിക്കുന്നു. മോനെ നടക്കണ അങ്ങോട്ട്. എനിക്കൊരു ജീവിതം ഉണ്ടാക്കി തന്നിട്ട് എന്റെ വിശ്വാസത്തിന് നീ കൊന്നുവല്ലടാ. അമ്മേ, 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 സാറേ, ഈ കഥകളൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ അറിയുന്നത്. ഇവനെ കൊണ്ട് എന്റെ കുട്ടികളുടെ അച്ഛനെ ലോറി കയറ്റി കൊല്ലിച്ചിട്ട് ഇവന്റെ മോളെ കൊണ്ട് തന്നെ എന്റെ മോനെ കല്യാണം കഴിപ്പിച്ചു. ബാക്കിയൊക്കെ നിങ്ങളും കേട്ടതാണല്ലോ. എന്തൊരു മനുഷ്യനാടാ നീ. എന്റെ സ്വന്തം ആങ്ങളെയല്ലേ നീ, എന്റെ ഏട്ടനല്ലേ. എന്നിട്ട് ഇതിനൊക്കെ എങ്ങനെ തോന്നിയടാ? നിന്നെ പറ്റി എല്ലാം എനിക്കറിയാം. എന്ന് വെച്ച്
അതിന്റെ വിശ്വേട്ടന്റെ ജീവൻ എടുക്കുമെന്ന് ഞാൻ കരുതിയില്ല. കേട്ടോ സാറേ, വിശ്വേട്ടന്റെ ആദ്യ ഭാര്യ മരിച്ച ശേഷം ദാ ഈ ഇരിക്കുന്ന കണ്ണന് 5 വയസ്സ് പ്രായമുള്ളപ്പോ അവനെ നോക്കാൻ ഒരാള് വേണമെന്ന് വിശ്വേട്ടനോട് പറഞ്ഞത് ദേ ഇവനാ. അദ്ദേഹം വേണ്ട വേണ്ടെന്ന് പറഞ്ഞിട്ടും ഇവൻ നല്ലൊരു ബന്ധമുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ മനസ്സ് തിരിച്ചുവിട്ടു. അതിനുശേഷം എന്റെ അരികിലേക്ക് വന്നത്. എത്ര പൈസയുള്ള ആളാണെങ്കിലും ഒരു 2ാം കെട്ടുകാരനെ എനിക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞതാ. ആ സമയത്ത് എന്റെ മുമ്പിലും പിമ്പിലും നിന്ന് എന്നെ ഉപദേശിക്കുകയും എന്റെ ബന്ധുക്കളെ കൊണ്ട് എന്നെ ഒരുപാട് സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തത് ദേ ഇവനാ. സ്വന്തം ആങ്ങളെയല്ലേ, പെങ്ങളുടെ ജീവിതം തകർക്കാൻ ശ്രമിക്കില്ല എന്ന് കരുതിയിട്ടാ സാറേ ഞാൻ അവസാനം സമ്മതം മൂളിയത്. അങ്ങനെ ഞങ്ങളെ തമ്മിൽ ഒന്നിപ്പിച്ച ശേഷം എന്റെ ജീവിതം സ്വർഗമായിരുന്നു. ആ ജീവിതമേ നരകമാക്കിയത് ഇവൻ ഒറ്റ ഒരുത്തനാണെന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി. എടാ, നീ ഒരു കാലത്തും നന്നാവില്ല. നീ രണ്ടും ഗതി പിടിക്കത്തില്ല. എല്ലാത്തിനും കൂട്ടുനിന്ന് നിങ്ങളെ നരകിച്ചു പോകത്തേ ഉള്ളൂ. ഒരുപാട് വേദന തിന്ന് ഈ ലോകത്തുനിന്ന് പോകാൻ പറ്റൂ. അല്ലെങ്കിൽ നോക്കിക്കോ,